ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല ടേസ്റ്റി മധുരവും ഒക്കെ ഉള്ള ഒരു ഐറ്റമാണ്. ഒരു പാത്രം സേമിയ നമ്മൾ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. നമുക്ക് കുറച്ച് നല്ല നെയ്യ് അങ്ങോട്ട് വെക്കും. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ആ നെയ്ക്കകത്തോട്ട് തന്നെ ഈ സേമിയ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നല്ല ഒരു ആയിട്ടുണ്ട്. ഇതേ ചീനച്ചട്ടി ഞാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കുകയാണ്. ഒരു അരക്കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചൂടായതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മൾ ഈ സേമിയ പൊടിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് 2 കവർ പാൽ അതങ്ങോട്ട് പൊട്ടിക്കും. നല്ലപോലെ കുറുകി വരുന്നുണ്ട്. കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. 1 സ്പൂണ് നെയ്യോടെ ഒഴിച്ച് കൊടുക്കണം. ആ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏലക്കാപ്പൊടി അതുകൂടെ അങ്ങോട്ട് ചേർക്കും. ഇപ്പം 3 ടീസ്പൂൺ അളവിൽ നമ്മൾ മൊത്തം നെയ്യ് ചേർത്തിട്ടുണ്ട്. അടിക്ക് പിടിക്കാനും പാടില്ല. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം കണ്ടത് നമ്മളെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അടുപ്പം നിർത്താം. ഇതേപോലെ ട്രേ എടുക്കുക. ഒരല്പം നെയ്യൊന്ന് തൂത്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് അങ്ങോട്ട് ഇട്ടു. ഒരു 2 മണിക്കൂർ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പൊടിക്കും. നമ്മൾ പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. മധുരം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയായിട്ട് തന്നെയുള്ള ഒരു ഹലുവ.